തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അരുളി, നിങ്ങളാരും തന്നെ ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കരുത്. ഒന്നുകിൽ രണ്ട് കാലുകളിലും ധരിക്കുക, അല്ലെങ്കിൽ രണ്ടിലും ധരിക്കാതിരിക്കുക. ലാ യംശി അഹദുക്കും ഫീ നഅലിൻ വാഹിദ ലിയൻഅൽഹുമാ ജമീഅ ഔ ലിയഖ്ലഉഹുമാ ജമീഅ. വിശുദ്ധ റമളാൻ വിശ്വാസിയെ ചിട്ടയോടെ ജീവിക്കാൻ ശീലിപ്പിക്കുന്നു. അലസവും അസംഘടിതവുമായ ജീവിതക്രമത്തിൽ നിന്ന് ഉന്മേഷവും പ്രസരിപ്പുമുള്ള പുതുജീവിതത്തിലേക്കാണ് വിശുദ്ധ റമളാൻ വഴി നടത്തുന്നത്. പരസ്പര ബന്ധിതമായ ഒട്ടേറെ ഘടകങ്ങളിലൂടെയാണ് മനുഷ്യരായ നാം ജീവിക്കുന്നത്. പ്രസ്തുത ഘടകങ്ങൾ അനുയോജ്യമാം വിധം നമ്മുടെ ജീവിത വീഥികളിൽ നാമുമായി സമന്വയിക്കുമ്പോഴാണ് നാം വ്യവസ്ഥാപിത ജീവിതമുള്ളവരാകുക. ദൃശ്യവും അദൃശ്യവുമായ ജീവിത സൗന്ദര്യങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് അങ്ങനെയാണ്. കുത്തഴിഞ്ഞത് ഇസ്ലാമിക സംസ്കാരത്തിന് അന്യമാണ്. ചിട്ടയായ ജീവിതമാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ജീവിത മേഖലകൾ അഖിലത്തിലും ഈ സംസ്കാരം ഇസ്ലാം മനുഷ്യനെ ശീലിപ്പിക്കുന്നു. ആരാധനകളിൽ, വ്യക്തിജീവിതത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ, അങ്ങനെ എല്ലായിടവും ജീവിതം ദുർബലവും ഐശ്വര്യരഹിതവുമാകുന്നതിന് പകരം സജീവവും സമൃദ്ധവുമായി തീരണം. അതിന് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയേ മതിയാവൂ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ എത്ര ഭംഗിയായി വ്യവസ്ഥാപിച്ചിരിക്കുന്നു. അറിയുന്തോറും ആഴമേറുന്ന, പഠിക്കുന്തോറും മനുഷ്യന്റെ അജ്ഞതയുടെ വൃത്തം വലുതാകുന്ന മഹാപ്രതിഭാസത്തിന്റെ അത്ഭുതം തന്നെ അതിന്റെ കൃത്യമായ ക്രമീകരണമാണ്. നിങ്ങളാരും ഒരു ചെരുപ്പ് മാത്രം ധരിച്ച് നടക്കരുത്. ഒന്നുകിൽ രണ്ട് കാലിലും ധരിക്കുക, അല്ലെങ്കിൽ രണ്ടിലും ധരിക്കാതിരിക്കുക എന്ന തിരുവചനം മനുഷ്യ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ചിട്ടയോടെ ശീലിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യാത്രാ സംഘത്തിൽ ഒരാളെ നേതാവാക്കണമെന്ന നിർദ്ദേശവും നമസ്കാരങ്ങൾക്ക് സഫുകൾ ചിട്ടപ്പെടുത്തണമെന്ന നിർബന്ധവും മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വ്യവസ്ഥാപിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മതിൽക്കെട്ടുപോലെ ചിട്ടയോടെ അണിചേർന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരെ അള്ളാഹു അത്യധികം ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു.